ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു അവിടെ റാങ്ക് പട്ടികയിലുള്ള പെൺകുട്ടിയാണ്, സഹകരണ വകുപ്പിനെ സമീപിച്ചിട്ട് നീതി കിട്ടിയില്ല, കോടതിയിൽ പോയിട്ട് നീതി കിട്ടിയില്ല, നിയമനം വേണം എന്നുള്ള ശുപാർശകത്ത് കൊടുക്കുക ജനപ്രതിനിധിയുടെ ബാധ്യതയല്ലേ എന്ന്. അതിൽ പക്ഷെ ഭാഷ ഉത്തരവിൻ്റെതാണ് എന്ന് പ്രകാശ് മാഷ് പറയുന്നു. അതിൽ ഭാഷ പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കൂടെയാണ്, ജനപ്രതിനിധിയുടെ അല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജനപ്രതിനിധിക്ക് ശുപാർശ കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന നിയമന പട്ടികയിൽ റാങ്കുള്ള അർഹതയുള്ള ആൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ റാങ്കിന്റെ കാര്യം ഇതിൽ പറയുന്നില്ല, കോടതി ഉത്തരവിന്റെ കാര്യം പറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. പകരം അവിടെ മാനദണ്ഡമായി എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ എന്നുള്ളത് മാത്രമാണ്. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകളെ അങ്ങനെയല്ലാതെ CPM-ന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിലൊരു മാധു ഈ കത്ത് മൊത്തം വായിക്കും. മാതൃഭൂമി കാണുന്ന മുഴുവൻ ആളുകൾ കേൾക്കട്ടെ, കത്ത് മുഴുവൻ വായിക്കും. കത്ത് മുഴുവൻ വായിക്കും. ഒരു MLA-യുടെയും ശുപാർശ കത്തിൽ നമ്മുടെ പാർട്ടിയുടെ, നമ്മുടെ ആളുടെ എന്ന് പറയാൻ പറ്റില്ല. അത് സ്വതന്ത്രപക്ഷപാതം എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ എന്ന പ്രിവിലേജ് ആണോ ഈ നിയമനം കിട്ടേണ്ട ആൾക്കുള്ളത്, അതോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും അർഹതയുള്ള ആളെന്നാണോ? അതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ആ കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആൾ എന്ന രീതിയിൽ സ്വജനപക്ഷപാതത്തെ സൂചിപ്പിക്കുന്ന ഭാഷ ഉപയോഗിച്ച് ഈ കാര്യം ആവശ്യപ്പെടാൻ കഴിയാ? മാധു, ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുകിൽ ആ കത്ത് മുഴുവൻ വായിക്കണം. അതിൽ ഭീഷണിയുടെ സ്വരമാണോ എന്നപ്പോ പൊതുജനം മനസ്സിലാക്കട്ടെ. ഇനി രണ്ടാമത്തത്, ഈ കത്തിന്റെ അവസാനം ഇത് IC ബാലകൃഷ്ണൻ കൊടുത്തതാണെങ്കിൽ അവസാന ഭാഗം നോക്കൂ. DCC പ്രസിഡന്റ് വയനാടെന്ന് എഴുതിയേക്കുന്നത്. DCC പ്രസിഡന്റ് MLA ആയി പോയത് അദ്ദേഹത്തിന്റെ കുറ്റമല്ലല്ലോ, ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തല്ലേ, അത് അദ്ദേഹത്തിന്റെ അംഗീകാരമല്ലേ. DCC പ്രസിഡന്റ് വയനാട് കൊടുക്കുന്ന ഒരു കത്തിൽ, അദ്ദേഹം ആ പോസ്റ്റ് വെച്ച് എഴുതി കൊടുക്കുന്ന കത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹം MLA ആണ്, അതിനെന്താ കുഴപ്പം? ആ MLA-യുടെ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വെച്ച് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അത് അർഹതപ്പെട്ട ഒരു പോസ്റ്റ് അല്ലേ? സഹകരണ വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിട്ട് തടഞ്ഞു വെക്കപ്പെട്ട ഒരു പോസ്റ്റ് അല്ലേ? ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും തടഞ്ഞു വെക്കപ്പെട്ട ഒരു പോസ്റ്റൽ ഒരു MLA ഇടപെട്ടതിൽ എന്താ കുഴപ്പം? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അല്ലല്ല, ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മുഖ്യമന്ത്രി ഉത്തരവിടേണ്ട കാര്യങ്ങൾ AKG സെന്ററിൽ കൊണ്ടുപോയി അതിന്റെ ലെറ്റർ ഹെഡും സീലും കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ചെയ്താൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും MLA-യുമാണല്ലോ അല്ലേ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന V ജോയി MLA ആണല്ലോ. അവരൊക്കെ കത്ത് കൊടുക്കുമ്പോ MLA എന്നുള്ള പോസ്റ്റ് വെക്കില്ലേ? അല്ല, അദ്ദേഹം പാർട്ടി കാര്യം പറയാൻ MLA എന്ന കപ്പാസിറ്റി ഉപയോഗിച്ചാൽ നിങ്ങൾ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അവര് സർക്കാർ വാഹനത്തിൽ പോയി റോഡ് തടഞ്ഞ് പ്രകടനം നടത്തിയല്ലോ, അതിന് കേസുണ്ടല്ലോ. അവര് സർക്കാർ വാഹനത്തിൽ കേസുണ്ടല്ലോ, സമ്മേളനം നടത്തി. അത് സർക്കാർ കേസുണ്ടായത് റോഡ് തടഞ്ഞതിനാ, സർക്കാർ വാഹനത്തിൽ പോയതിനല്ല കേസുണ്ടായത്, സമ്മേളനം നടത്തിയതിനാ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഒരു MLA, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ ഒരു ശുപാർശ കത്ത് കൊടുക്കുന്നത് നമ്മുടെ ആൾ എന്ന രീതിയിൽ സ്വതന്ത്രപക്ഷപാതത്തിന്റേതായ ഭാഷ ഉപയോഗിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു മിനിറ്റ് ഡോക്ടർ ജിൻഡോ, ഞാൻ അങ്ങിലേക്ക് വന്നത് ശ്രീ ജേക്കബ് ജോർജിന്റെ അവസരം കവർന്നെടുത്തുകൊണ്ടാണ്. പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശരി, പൂർത്തിയാക്കും. ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്കൊരു ഒറ്റ വാചകം കൂടി. ഈ കത്തിന്റെ അവസാന ലൈൻ എന്തുകൊണ്ടാണ് മാധു വായിക്കാതെ പോയേ? വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഇതിൽ എല്ലാവിധ അർഹതയുള്ള ഒരാള് അവരുടെ മകൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഉത്തരവിന്റെ ഭാഷയാണ് എന്നുള്ളത് എന്റെ പ്രയോഗമല്ല, ഉത്തരവിന്റെ ഭാഷയാണെന്നുള്ളത് ശ്രീ പ്രകാശ് മാഷ പ്രയോഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ഒരു MLA സ്വന്തം ലെറ്റർ ഹെഡിൽ കൊടുക്കുമ്പോൾ താൻ ഒരു MLA ആണ് എന്ന ബോധം അദ്ദേഹത്തിനാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. DCC സെക്രട്ടറിയായി മാത്രം പരിമിതപ്പെട്ടു പോകരുത്. ജനാധിപത്യമാണ്, പാർട്ടി വാഴ്ചയല്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. കാരണം ഇത് തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭാഷയിൽ പറയില്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു വാചകം മതി. 20 സെക്കൻഡിൽ തീരുന്ന ഒരു വാചകം കൂടി പറഞ്ഞു, ഒറ്റ വാചകം കൂടി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ എന്ന് പറഞ്ഞ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തൊരു കത്ത് പുറത്തു വന്നല്ലോ. കത്ത് പുറത്തു വന്നില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ കാര്യം എന്തായിരുന്നു? രാജേന്ദ്രൻ മേയർ നിങ്ങൾ പ്രതിപക്ഷത്താണ്, ചർച്ച ചെയ്തു. നിങ്ങൾ പ്രതിപക്ഷത്താണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്തത് അനധികൃതമായിട്ട് നിയമനം നടത്തുന്ന വിഷയമാണ്. അന്ന്
ഇന്ന് ചർച്ച ചെയ്ത അനധികൃത നിയമനത്തിന് വേണ്ടിയിട്ട് പാർട്ടി ശുപാർശ സ്വീകരിച്ച് ഇത് സഹകരണ വകുപ്പിന്റെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ്, 1ാം റാങ്കുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാത്ത വിഷയത്തിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകന്റെ മകളാണ് അങ്ങ് താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നൊക്കെ അതിൽ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രൊഫഷണലായി ഇന്ന കാര്യങ്ങളുണ്ട്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിൽ പ്രശ്നമില്ലെന്നേ, ഈ വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വരാം അങ്ങിലേക്ക്.